ആംബുലൻസിന് തടസ്സം സൃഷ്ടിച്ച് ഒരു കാർ യാത്രക്കാരൻ. ഇത്തരം നിരവധി ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. ശനിയാഴ്ച തിരുവനന്തപുരം നെടുമങ്ങാടി ഇരിഞ്ചയത്ത് നിന്ന് തിരുവനന്തപുരം SK ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസിനാണ് കാർ തടസ്സം സൃഷ്ടിച്ചത്. ആ ദൃശ്യങ്ങൾ AK സ്റ്റെഫിനാണ് വിവരങ്ങളുമായി ചെന്നത്. സ്റ്റെഫിൻ, ആംബുലൻസിന് മാർഗതടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇയാളെക്കുറിച്ചുള്ള വിവരമുണ്ടോ? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താണ്? രതീഷ്, പോലീസ് ഏതായാലും ഇതുവരെ കേസെടുത്തിട്ടില്ല. വാഹനത്തിൻ്റെ നമ്പർ ലഭ്യമാണ്. അത് ഏതായാലും പരാതി ആ രീതിയിലൊന്നും തന്നെ പോയിട്ടില്ല. പക്ഷേ ഈ ശനിയാഴ്ച രാത്രിയിൽ അതിഗുരുതരമായിട്ടൊരു രോഗിയെ കൊണ്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വരുന്നതിനിടയിൽ വഴയിലിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. രാത്രിയോടുകൂടിയാണ് ഈ ഒരു മാർഗതടസ്സം സൃഷ്ടിച്ച നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സംഭവം ഉണ്ടായത്. ഡയാലിസിസ് രോഗിയായിരുന്നു. അദ്ദേഹത്തിന് ഞായറാഴ്ചയായിരുന്നു ഡയാലിസിസ് ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തലേന്ന് വഷളായതിനെ തുടർന്നാണ് കൃഷ്ണകുമാർ അദ്ദേഹത്തെ നെടുമങ്ങാട് നിന്നും നഗരത്തിലേക്ക് കൊണ്ടുവന്നത്. സാധാരണഗതിയിൽ നെടുമങ്ങാട് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ചുറ്റിക്കറങ്ങി വേണം വരാൻ. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. വഴയിലെത്തിക്കഴിഞ്ഞാൽ സുഗമമായി ഇങ്ങോട്ടേക്ക് വരാം, അത് വലിയ വഴിയാണ്. അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ആംബുലൻസിന് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഹോൺ അടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആംബുലൻസിൻ്റെ ശബ്ദമുണ്ട്. എന്നിട്ട് പോലും ഒതുക്കാൻ പറ്റുന്ന സ്ഥലത്ത് പോലും ഈ വാഹനം ഒതുക്കി കൊടുക്കുന്നില്ല എന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏതായാലും മറ്റ് നടപടികൾ, കേസ് ഒന്നും തന്നെ എടുത്തിട്ടില്ല. അവർ പരാതിയുമായി പോയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പോലീസ് ഏതെങ്കിലും തരത്തിൽ സ്വമേധയാ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ശരി, ആംബുലൻസിന് മാർഗതടസ്സം സൃഷ്ടിച്ചു. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുകയാണ്. വലിയ തിരക്കേറിയ റോഡാണ്. മാത്രമല്ല വളവും തിരിവുമുള്ള പാതയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വലിയ ദൂരമില്ല. നെടുമങ്ങാട് തിരുവനന്തപുരം റൂട്ട് വലിയ ദൂരമില്ലെങ്കിലും റോഡ് പണി നടക്കുന്നു. വളവും തിരിവുമുള്ള റോഡാണ്. അവിടെയാണ് അപകടകരമായി കാർ യാത്രക്കാരൻ ആംബുലൻസിന് തടസ്സം സൃഷ്ടിച്ചത് എന്ന പരാതിയാണ് ഉയർന്നു വരുന്നത്.